ഞാൻ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിറങ്ങി കൊല്ലത്ത്. മീനുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിവിടെ പറമ്പിലെ കുറച്ച് പച്ചപ്പും കാഴ്ചകളും കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. അപ്പം മീനു നമ്മുടെ ഒരു മെഷീൻ പരിചയപ്പെടുത്തും. ഗൈസ്, നിങ്ങളിത് കണ്ടിട്ടോ? ഇതാണ് ഷീറ്റടി മെഷീൻ. അതായത് റബ്ബറിന്റെ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ്. ഇങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. കാണുന്നില്ല, ഇപ്പൊ കാണിച്ചുതരാം. ഇതാണ് ഫസ്റ്റ് നമ്മള് ഒരു ഷീറ്റ്. ഇവിടെ ഷീറ്റ് ഇപ്പൊ ഇല്ല കേട്ടോ, അല്ലെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരായിരുന്നു. ഇത് നമ്മുടെ ഷീറ്റ് എടുത്ത് ഇവിടെ വെക്കും. ഫോൺ തന്നോ? അല്ല, ഫോൺ ഒന്ന് വെച്ച് അടിച്ചു നോക്കിയാൽ. ഇവിടെ നമ്മൾ വെക്കും ഫസ്റ്റ്. ഇത് കേട്ടോ. ഓക്കെ, ഇതിന്റെ അച്ച് രണ്ടും രണ്ടാ. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ കറക്കും. ഇത് നമ്മൾക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അതിനുള്ളതാണ് ഈ സാധനം. ഓ, ഇതിന്റെ ചെറുതാവുന്നുണ്ടല്ലേ ഇതിന്റെ ഇവിടത്തെ ആ ഒരു ഗ്യാപ്പ് കുറയും. അപ്പൊ ഷീറ്റ് ആദ്യം അടിക്കുമ്പോ നല്ല കട്ടിയായിരിക്കും. അപ്പൊ നമ്മൾ വലുതാക്കി വെച്ചിട്ട് ആദ്യം വെക്കും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കറക്കും. അപ്പൊ കണ്ടോ, ഇതൊരു മെഷീന്റെ അകം എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ അത് താഴെ പോകും. എന്നിട്ട് പിന്നെയും നമ്മളിത് വെക്കും. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, വെക്കും. എന്നിട്ട് ഫൈനലി നമ്മൾ നോർമലി റബ്ബർ ഷീറ്റ് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ അകത്തൊരു പാടുള്ള ഇങ്ങനെ മാർക്സ്. ആ മാർക്സ് വരുത്താനുള്ളതാണ് ഇത്. ഇത് ലാസ്റ്റാണ്. ഇത് ഏറ്റവും തിന്നായി കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കും. എന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് നമ്മൾ ഇത് കൂടി ഇങ്ങനെ എടുക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വെയിലത്തിട്ടിട്ട് ഉണക്കും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രവർത്തന തത്വം. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് ഇതിന് ഇങ്ങനത്തെ ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം. ഓയിലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട്. ചേച്ചി, ഈ മെഷീൻ എത്ര വർഷത്തെ പഴക്കം കാണും? ഇതൊരു 40 വർഷമാണ്. ആണോ? ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാണ് സമയത്തുള്ള. പക്ഷെ ഇപ്പോഴും ഇതിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പോഴും ഇത് ഭയങ്കര അടിപൊളിയാണ്. പണ്ടത്തെ മെഷീൻസിന്റെ ഒരു പവർ എന്നൊക്കെ പറയുന്നത്. ഇത് വരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫോണിന്റെ സ്റ്റോറേജ് തീരും. അതുകൊണ്ട് ഞാൻ അടുത്ത വിശേഷം ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് പറയാം. നീ അത് കാണിച്ചു.